ഇന്ത്യൻ ഫുട്ബോളിൽ ഖാലിദ് ജമീൽ യുഗത്തിന് മിന്നും തുടക്കമാണ് കിട്ടിയത്. കാഫ നേഷൻസ് കപ്പിൽ 3ാം സ്ഥാനം നേടിയെന്ന് മാത്രമല്ല, കരുത്തരെ വീഴ്ത്തി കഴിവ് തെളിയിക്കാനായി ഇന്ത്യക്ക്. അതും ഏറ്റവും ശക്തമായ നിരയെ ഉൾപ്പെടുത്തിയായിരുന്നില്ല ഖാലിദിന്റെ ടീം. ISL ക്ലബ്ബുകൾ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനുമായി തർക്കം തുടരുന്നതിനാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്നുള്ള താരങ്ങളൊന്നും പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. ഇനി കടമ്പ AFC യോഗ്യതാ മത്സരങ്ങളാണ്. 30 അംഗ പ്രാഥമിക ടീമിനെ ഖാലിദ് ജമീൽ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ മലയാളി തിളക്കം. ഒന്നും രണ്ടുമല്ല, 7 താരങ്ങളാണ് പട്ടികയിലുള്ളത്. പ്രതിരോധ നിരയിലെ മലയാളി പേര് മുഹമ്മദ് ഉവൈസ്. പഞ്ചാബ് FC താരത്തിൽ പരിശീലകന് പരിപൂർണ വിശ്വാസം. കാഫ നേഷൻസ് കപ്പിലെ മിന്നും പ്രകടനത്തോടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു ഉവൈസ്. മലയാളി കരുത്തിലാണ് മധ്യനിര ഖാലിദ് ജമീൽ ഒരുക്കുന്നത്. പ്രാഥമിക ടീമിലുള്ള 10 പേരിൽ 4 മലയാളികൾ. ആഷിഖ് കുരുണിയൻ, ജിതിൻ MS, മുഹമ്മദ് ഐമൻ, വിപിൻ മോഹനൻ എന്നിവരാണ് ടീമിലെ മലയാളി കൂട്ടം. മുന്നേറ്റത്തിൽ മുൻനായകൻ സുനിൽ ഛേത്രി തിരിച്ചെത്തിയതാണ് പ്രധാന മാറ്റം. 2 മലയാളി സ്ട്രൈക്കർമാരുമുണ്ട് സംഘത്തിൽ. മുഹമ്മദ് സനാൻ, മുഹമ്മദ് സുഹൈൽ എന്നിവരാണ് ടീമിന്റെ മുന്നേറ്റ നിരയിലെ മലയാളികൾ. ശനിയാഴ്ച ബംഗളൂരുവിലാണ് ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പ് തുടങ്ങുന്നത്. അണ്ടർ 23 ടീമിൽ നിന്ന് 5 താരങ്ങളെ കൂടി ടീം ക്യാമ്പിലേക്ക് പരിഗണിക്കും. ക്യാമ്പിന് ശേഷമാകും അന്തിമ ടീമിനെ പ്രഖ്യാപിക്കുക. ഏഷ്യ കപ്പ് യോഗ്യത റൗണ്ടിൽ സിംഗപ്പൂരുമായി 2 മത്സരങ്ങളാണ് ഒക്ടോബറിൽ ഇന്ത്യ കളിക്കേണ്ടത്. നിലവിൽ 4 പോയിന്റുമായി സിംഗപ്പൂരാണ് ഗ്രൂപ്പിൽ മുന്നിൽ. 2 മത്സരങ്ങളിൽ ഒരു ജയം പോലുമില്ലാത്ത ഇന്ത്യ അവസാന സ്ഥാനത്ത്. ഖാലിദ് ജമീൽ യുഗത്തിൽ പ്രതിഭകളെക്കാളേറെ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കയ്യിലുള്ള വിഭവങ്ങൾ നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്ന കപ്പിത്താനിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ.